നമ്മൾ ഗംഗോത്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10,200 അടി മുകളിലാട്ടോ. അതാണ് ഇത്രയും ക്ലാരിറ്റി ആയിട്ട് ഈ സ്കൈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൈ കാണാൻ തന്നെ, ആകാശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ. ഞാൻ കളർ കൂട്ട് വീഡിയോയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇതേപോലെ തന്നെയാണ്. അത്ര ബ്ലൂ ആട്ടോ. അതേപോലെ തന്നെ താഴത്തെ വെള്ളം നോക്കുമ്പോൾ ഭാഗീരഥി നദിയുടെ താഴ്ഭാഗം കേട്ടോ ഇത് കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ കൂടെ പോകാൻ തോന്നും, ഒരു ഉറപ്പാട്ടോ. അത്രയും ക്ലാരിറ്റി ആയിട്ട് ഈ ബസ്സൊക്കെ പോകണമെന്ന് നോക്കിയാൽ നദിയുടെ മേൽഭാഗത്ത് കൂടെയുള്ള റോഡാട്ടോ. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട്. കാരണം പോയ പ്രാവശ്യം ഫ്ലഡ് വന്നിട്ട് 240 പേര് മരിച്ച ഒരു സ്ഥലം ഈ ഒരു കണ്ടിട്ടുണ്ടാവും ഉത്തരാഖണ്ഡിൽ. ഗംഗോത്രി നദിയുടെ താഴ്ഭാഗത്ത് വലിയൊരു ഫ്ലഡ് വന്നിട്ട് ഈ മണ്ണൊക്കെ അങ്ങനെ ഒലിച്ചു വന്ന് ഈ പാലങ്ങളൊക്കെ പോയി. ഇവിടെ കുറേ ഒരുപാട് പ്രൊജക്റ്റ്, ഒരുപാട് വീടുകളും ഫ്ലാറ്റും അങ്ങനെ ബിൽഡിങ്ങും കടകളെല്ലാം ഒലിച്ച് പോയിട്ട് അപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. എങ്കിൽ പോലും ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം നീക്കം ചെയ്ത് നല്ല റോഡിട്ടു. ഇപ്പോൾ പിന്നെയും ആളുകളൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ടവരെല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയ റോഡാട്ടോ, നാരോ റോഡാണ്. പക്ഷേ പോകുന്ന സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് തൃപ്തിയാവും. ആ മരിച്ചുപോയ എല്ലാവർക്കും ആത്മശാന്തി കിട്ടട്ടെ, അത്രേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടെ വീണ്ടും നമ്മളൊരു യാത്രയാണ്. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല, ഏത് നേരത്തെ ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഹിമാലയത്തിലെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, 10,200 അടി മുകളിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും നമ്മുടെ സൂര്യപ്രകാശം, ഇന്ത്യയിലെ ആദ്യത്തെ സൂര്യപ്രകാശം എന്നും പുലർച്ചയ്ക്ക് ഇവിടെയാണ് ഉദിക്കുന്നത്. നമ്മൾക്കിവിടെ നേരം വെളുക്കുന്നത് ഏകദേശം 4:45 ആകുമ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടാവും. അപ്പോൾ ആലോചിച്ച് നോക്കി, അത്രയും മുകളിലാണ് ഈ സൂര്യപ്രകാശം. ഗംഗോത്രിയിലാണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. വളരെ ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഗംഗോത്രിയിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു സ്ഥലങ്ങളാണ്. മുകളിൽ കാണുന്ന ഐസാട്ടോ, ഫുള്ള് കുറച്ച് നേരത്തെ നിറയെ ഐസ് ഉണ്ടായിരുന്നു, എല്ലാം കുറച്ച് ഉരുകിപ്പോയി. ഇപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ കാണാൻ പറ്റും. പക്ഷേ ഫ്രീസർ പോലത്തെ വെള്ളം കേട്ടോ. ആ വെള്ളത്തിലൊന്ന് കുളിക്കണം എന്നുണ്ട്. അവിടുത്തെ കണ്ടീഷൻ എന്താണെന്നറിയില്ല, പോയാലേ അറിയുള്ളൂ. ഏകദേശം ഒരു ഹാഫ് ആൻ അവർ പോലും, ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പോകുന്ന വഴികൾ നമ്മൾ കാണിച്ചു എന്നുള്ളൂ. നല്ല രസമാട്ടോ. നമുക്കൊന്ന് വണ്ടികളിങ്ങനെ സ്ലോ ആട്ടോ, മാക്സിമം 10 or 15 കിലോമീറ്റേഴ്സ് ആ ഇതിലേ പോകാൻ പാടുള്ളൂ. ഇവിടെ അത്ര സ്പീഡിൽ ഡ്രൈവർമാർ ഓട്ടിക്കുള്ളൂ. കാരണം അത്രയും ഡേഞ്ചർ പിടിച്ച റോഡാണ്. താഴെ പോയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടില്ല. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല താഴ്ചയുണ്ടത്. റോഡ് നോക്കൂ, വലിയ ബാരിക്കേഡും അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷേ സേഫാട്ടോ, സേഫായിട്ടാണ് നമ്മുടെ ഡ്രൈവർ മാത്രമല്ല, എല്ലാ ഡ്രൈവേഴ്സും നോക്കിയിട്ടേ വണ്ടി ഓടിക്കുള്ളൂ. അത്രയും സേഫായിട്ട് അവരെ എത്തിക്കണം എന്നുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഈ യാത്ര പുറപ്പെടുമ്പോൾ വളരെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവിടെ എത്തണം എന്നുള്ളൊരു, വഴിയിലൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെക്കിംഗ് ഉണ്ട്. പതുക്കെ തന്നെയാണ് വേണ്ടത്. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഫ്ലഡ് ഉണ്ടായത്. ഈ ഒരു ഭാഗം ഇവിടെ ഒരുപാട് ഫ്ലാറ്റും ഒരുപാട് കടകളും ആളുകൾ താമസിച്ച സ്ഥലമായിരുന്നു. പക്ഷേ വിത്തിൻ സെക്കൻഡ്സിൽ ഒന്നുമില്ലാണ്ടായിപ്പോയി. ഒന്നും ഇപ്പോൾ ഈ കമ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ഈ മണ്ണൊക്കെ മേലേന്ന് ഒലിച്ച് വന്നാട്ടോ. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് 20 അടി പൊക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 20 അടി താഴ്ചയായിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. ഈ മണ്ണൊക്കെ വന്ന് അടഞ്ഞപ്പോൾ 20 അടി പൊക്കമായിപ്പോയി റോഡ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ റോഡ് ഇട്ടിരിക്കുന്നത്. ഒറ്റ ബിൽഡിംഗ് ഇല്ല കേട്ടോ. ഈ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വീണ്ടും ഇപ്പോൾ കെട്ടിയത്, ഇപ്പോൾ ബാത്റൂമാണ്, ഇതൊക്കെ വീണ്ടും കൺസ്ട്രക്ട് ചെയ്തു. ഇവിടെ ഒന്നുമില്ല കണ്ടോ, എല്ലാം വീണ്ടും 1 ആരംഭിച്ച് കുറച്ചതായി. കല്ലുകളൊക്കെ മലയിൽ ഒഴുകി വന്നതാട്ടോ. ആ കല്ല് തന്നെ വെച്ചിട്ട് വീണ്ടും ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ഇട്ടു. നദി ആ സൈഡായി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നദിയായിരുന്നു. മണ്ണൊക്കെ വന്ന് അടിഞ്ഞപ്പോൾ ആ നദി വന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മാറിപ്പോയി. കാരണം വെള്ളം ഒഴുക്ക് ആ ലാസ്റ്റിലായി, ആ ഗ്രീനിഷ് കാണുന്നില്ലേ, അവിടേക്ക് മാറിപ്പോയി. ഇപ്പോൾ നമ്മുടെ നദീൻ്റെ സെൻറ്ററിൽ കൂടെയാണ് നമ്മൾ ഗവൺമെൻറ് റോഡ് ഇട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും അവിടെ എന്താ പറയുക, റോഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ മണ്ണ് റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ ഇറങ്ങി 3 കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അവിടെ ഒന്നും റോഡ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നടന്ന് പോകണം. പാർക്കിംഗ് ഇല്ലാത്ത നമ്മൾ ഒന്നില്ലെങ്കിൽ 5 മണിക്കൊക്കെ ഇവിടെ എത്തണം. അപ്പോൾ
2.5 കിലോമീറ്റർ ഏകദേശം നോക്കിയാൽ മഞ്ഞാട്ടോ. മുകളിൽ മഞ്ഞുമല കാണാനുണ്ട്. ഈ മലയമല ഒന്ന് സൂം ചെയ്യാം. കേട്ടോ, ഫുള്ള് മഞ്ഞുമലയാണ്, ഐസാട്ടോ. എന്നിട്ട് ഇങ്ങനെ നടന്നു പോവാ. വെയിലും ഉണ്ട് മഞ്ഞും ഉണ്ട് അല്ലേ? അമ്മണി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഫോണൊക്കെ ചെയ്തിട്ട്. മഞ്ഞുരുകി ഐസ് കട്ടയായി നിൽക്കുന്നുണ്ട്. ഇവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ എണ്ണ, വേരുകളുടെ എണ്ണയുണ്ട് കേട്ടോ. രുദ്രാക്ഷ്, പഞ്ചമുഖി. ഓക്കെ, ആനയൊക്കെ ടൈം. അങ്ങനെ ഗംഗോത്രിയിലെത്തി ഞങ്ങൾ. ഗംഗോത്രിയിൽ മുന്നിലെത്തി. ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. നമുക്ക് രജിസ്ട്രേഷൻ രുദ്രാക്ഷങ്ങളാട്ടോ അതെല്ലാം. ആനക്കട്ടെ ധൃതി കൂട്ടണ്ട. അപ്പൊ ഞങ്ങളുടെ ടീംസ് ആട്ടോ ഇതെല്ലാം. നമ്മളിവിടെ എൻട്രി ചെയ്തതിന് ഉടനെ രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മുടെ ഫോണിൽ നമുക്ക് QR കോഡ് ഉണ്ടാവും. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ല ഡീസൻ്റ് ആൾക്കാരാട്ടോ, ഒരു കുഴപ്പമില്ല. എല്ലാവരും നമുക്ക് ടാറ്റയൊക്കെ തന്നു. എല്ലാവരും വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് പോകും. ഇത് നേരെ മുന്നിലോട്ട് നടന്നു കഴിഞ്ഞാൽ അമ്പലം വരും. അവിടെ ഗംഗോത്രി ഒഴുകുന്നുണ്ടാവും. അവിടെ കുളിക്കാം. നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഗംഗയിൽ നിന്ന് വെള്ളം എടുക്കണമല്ലോ. എന്തായാലും ഗംഗോത്രിയിൽ നിന്ന് വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പ്യുവർ വാട്ടർ കുറച്ചും കൂടെ ആൾക്കാർ കുളിക്കുന്നതിന് മുന്നേ കുറച്ചും കൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതെടുക്കാൻ പറ്റും, വെള്ളം എടുക്കാൻ പറ്റും. ഫ്രഷ്, ഒരു മനുഷ്യൻ്റെ കുട്ടി തൊടാത്ത ആ മേളിൽ നിന്ന് ഉരുകി വരുന്ന മഞ്ഞ് വെള്ളം, അതാണ് ഗംഗോത്രി. ഗംഗോത്രി അമ്മയുടെ മേളിൽ ഉള്ള വെള്ളമാണ് ഒഴുകി വരുന്നത്. അവിടുന്ന് നമ്മൾ വെള്ളം എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കോസ്റ്റ്ലിയാണ്. കാരണം ഏറ്റവും ടോപ്പ് 10,200 അടി മുകളിലേക്ക് ഇവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് എടുക്കും. എല്ലാം രുദ്രാക്ഷങ്ങളാണ് കേട്ടോ അധികം ഉള്ളത്. പിന്നെ ഡ്രസ്സ്, അങ്ങനത്തെ കുട്ടികൾക്കുള്ള ഡ്രസ്സ്, നമ്മൾക്ക് ഡ്രസ്സൊന്നും എടുക്കാത്ത ആൾക്കാർക്കുള്ള വാങ്ങിച്ച് അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗ്ലൗസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടെ മാക്സിമം പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്, നമ്മൾ വെള്ളം കൊണ്ടുപോകാനുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്. പിന്നെ ഡ്രസ്സ് ഉണ്ട്, ഷർട്ട്സൊന്നുമില്ല, തോർത്തുമുണ്ട്, മുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് എല്ലാം അധികം ഉള്ളത്. ഇതാ മുൻ കവാടത്തിലെത്തി, അമ്പലത്തിന് മുന്നിലെത്തി. നേരെ റൈറ്റിലോട്ട് പോകണം. റൈറ്റിലോട്ട് പോയിട്ട് ആദ്യം കുളിക്കണം കേട്ടോ. കുളിക്കുന്നവർക്ക് കുളിക്കാം, കൈയും കാലും കഴുകുന്നവർക്ക് കഴുകാം. എന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് മുൻഭാഗം വന്നിട്ട് ആ സൈഡാട്ടോ, കിഴക്ക് ഭാഗമാണ്. ഇത് ബാക്ക് സൈഡാണ്. ഈ കാണുന്നത് ആ അമ്പലം അതാണ്. പക്ഷേ നമുക്ക് ബാക്ക് കാണാൻ പറ്റില്ല, അത് പ്രവേശനമല്ല. ഇത് നേരെ പോകുന്നത് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടാട്ടോ. കുളിക്കാൻ വേണ്ടി പോകുന്ന ഫ്രീസ് വെള്ളം കേട്ടോ, ഐസ് ഉരുക്കി വരുന്ന വെള്ളമാണ്. കുളിക്കാൻ പറ്റുമോ അറിയില്ല, എന്തായാലും കുളിച്ചിട്ട് ബാക്കി കാര്യം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലത്ത് ചെരുപ്പും ഡ്രസ്സൊക്കെ വെക്കാനുള്ള തിരക്കാണ്. ഇത് ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല ഒഴുക്കുണ്ട്, ശ്രദ്ധിച്ച് വേണം കുളിക്കാൻ. അപ്പോൾ നമ്മൾ കുളിയൊക്കെ പുറപ്പെടാൻ വേണ്ടി നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അമ്മയെ തൊഴുകാൻ വേണ്ടിയിട്ടാട്ടോ. ഗംഗോത്രിമാനെ തൊഴുകാൻ വേണ്ടിയിട്ടാണ്. തിരക്കുണ്ട്, കുറച്ച് അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല. 1/2 hour നമുക്ക് തൊഴുകാൻ പറ്റും. നോക്കിയാൽ ആൾക്കാരൊക്കെ കുളിക്കുന്നില്ല. ചില ആൾക്കാർ മുങ്ങുന്നില്ല, കപ്പ് വെച്ച് ഒഴിക്കുക കേട്ടോ. അത്ര മുങ്ങാൻ പറ്റില്ല, അത്രയ്ക്കും തണുപ്പാട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു കാണുന്ന ഇവിടെ ഒരു മണി ഉണ്ട്, ആ മണി അടിച്ചിട്ട് വേണം നേരെ ഉള്ളിലോട്ട് പോകാൻ. അതാ ലൈന്. ഇങ്ങനെ നമുക്ക് ലൈനിൽ പോകണം കേട്ടോ ആദ്യം. അതാ അവിടെയാണ് ലൈന്. ഇപ്പോൾ ലൈൻ പ്രകാരമാണ് വിടുന്നത്. പണ്ട് നേരെ പോവായിരുന്നു എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ ലൈനിലാണ്. ഇതാ ഈ ലൈനിൽ പോകണം. അതിൻ്റെ മഞ്ഞുമല ഇഷ്ടം സൂം ചെയ്യാട്ടോ. ഓ ഫുള്ള് ഐസാട്ടോ, ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇടിച്ചാൽ കിട്ടാത്ത തണുപ്പാ. എനിക്ക് നോട്ടം കിട്ടില്ല. അതാ ഭഗീരഥി നദി അല്ലേ. അങ്ങനെ കുറച്ച് ദൂരം കൂടെ ലൈനിൽ പോകാൻ കേട്ടോ. അങ്ങനെ പോയാലാണ് അവിടെ ഏകദേശം എത്തുക. വലിയ തിരക്കൊന്നുമില്ല, അങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തിരികെ നടക്കുന്നുണ്ട്. തെലുങ്കന്മാർ ഇവിടെ വന്നാൽ ഇങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ, ഈ സ്വഭാവം കാണിക്കും ഇവർ ഇടയിൽ കൂടെ. ഗംഗോത്രി ടെമ്പിൾ ഇതാണ് കേട്ടോ.
ഈ കാണുന്നതാണ് ഗംഗോത്രി ടെമ്പിൾ. വളരെ ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഗംഗോത്രി മാന്റെ അമ്പലത്തിന്റെ മുന്നിൽ എത്തിട്ടോ. അവിടെ നിൽക്ക്, അവിടെ പോയി നിന്ന് ഞങ്ങൾ കൂടെ വന്നാൽ മതി. എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ. കാരണം ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, ഒരു ഓർമ്മയല്ല എല്ലാം. പിന്നെ ആർക്ക് വരാൻ പറ്റും ആർക്ക് വരാൻ പറ്റില്ല ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്തായാലും ആ തിരക്ക് കുറച്ച് ഉണ്ടാവും, എന്തായാലും നമ്മൾ സഹിക്കണം. എല്ലാവരുടെ മനസ്സും ഒരേപോലെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഗംഗോത്രി നിങ്ങളെല്ലാവരും കണ്ടു. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഒരിക്കലെങ്കിലും ഇവിടെ വരാൻ നോക്കുക. എന്തായാലും ലൈഫിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇതൊക്കെ. ഒരു യാത്ര, ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും ഇത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗംഗോത്രിമാനെ എല്ലാവരും തൊഴുതു. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.